എൻ്റെ കയ്യിലുള്ളത് ലെഫ്റ്റ് സ്കാപ്പുലയും ലെഫ്റ്റ് ഹ്യൂമറസുമാണ്. ഇവർ തമ്മിൽ ചേരുന്ന സന്ധിനെയാണ് നമ്മൾ ഷോൾഡർ ജോയിൻ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചലനശേഷിയുള്ള സന്ധി എന്ന് പറയുന്നത് ഷോൾഡർ ജോയിൻ്റ് ആണ്. ഇവർ തമ്മിൽ ചേരുന്ന സ്ഥലത്ത് ഇവരെ രണ്ടുപേരെയും പൊതിഞ്ഞുകൊണ്ടൊരു കനത്ത ആവരണമുണ്ട്. അതിനെയാണ് നമ്മൾ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. ഈ ക്യാപ്സ്യൂളിനെ നമുക്ക് സ്ട്രെച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ക്യാപ്സ്യൂളിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനെയാണ് നമ്മൾ സാധാ ഭാഷയിൽ ഫ്രോസൺ ഷോൾഡർ എന്നും മെഡിക്കൽ ഭാഷയിൽ അഡിസീവ് ക്യാപ്സ്യൂലൈറ്റിസ് എന്ന് പറയുന്നത്. ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഇമ്മൊബിലൈസേഷനാണ്, ചലിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. എന്ത് കാരണത്താലായിരിക്കും? പരിക്ക് കാരണമോ പ്രായം കാരണമോ വേദന കൊണ്ടോ നമ്മൾ ചലിപ്പിക്കാതിരിക്കുമ്പോഴാണ് കൂടുതലും ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നത്. ഫ്രോസൺ ഷോൾഡറിൻ്റെ 3 സ്റ്റേജസ് ഉണ്ട്. ഒന്നാമത്തെ സ്റ്റേജ് ഫ്രീസിങ് സ്റ്റേജാണ്. ഈ സ്റ്റേജിൽ പേഷ്യൻറ്റിന് അതിഭയങ്കരമായിട്ട് വേദനയായിരിക്കും. കൈ ഒരു രീതിയിലും ചലിപ്പിക്കാനായിട്ട് സാധിച്ചെന്ന് വരില്ല. 2 മാസം മുതൽ 10 മാസം വരെയാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഫ്രോസൺ സ്റ്റേജ് എന്ന് പറയും. ഇവിടെ വേദന ഉണ്ടാവില്ല, പക്ഷേ കൈ ഉയർത്താനായിട്ട് തീരെ സാധിക്കില്ല. അതീവ സ്റ്റിഫ്നെസ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. 5 മാസം മുതൽ 12 മാസം വരെയാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ പറയുന്നത്. ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് തോയിങ് സ്റ്റേജാണ്. ഇവിടെ വേദനയും ഉണ്ടാവില്ല, സ്റ്റിഫ്നെസ്സും ഉണ്ടാവില്ല. പേഷ്യൻ്റ് പതുക്കെ പഴയതുപോലെ നോർമൽ ആവാനുള്ളൊരു സമയമാണിത്. ഏകദേശം 6 മാസം മുതൽ 2 വർഷം വരെയാണ് ഈ ഒരു സ്റ്റേജിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. പ്രമേഹി രോഗികൾ, തൈറോയ്ഡ് രോഗികൾ, പുണ്ണത്തടിയുള്ളവർ, മെനോപോസ് കഴിഞ്ഞ സ്ത്രീകൾ, ഇവർക്ക് ഈ അസുഖം വരികയും സ്റ്റേജ് 2 ആയതിനു ശേഷവും ഒരു തരത്തിലുള്ള എക്സസൈസോ ട്രീറ്റ്മെൻറ്റോ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ജീവിതകാലം മുഴുവൻ ഈ ബുദ്ധിമുട്ടായിട്ട് തുടരേണ്ടി തന്നെ വരും.